ഇതാണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ ഇടവക പള്ളി. ദുഃഖവെള്ളിയാഴ്ചത്തെ പരിപാടിയൊക്കെ കൃത്യം 6:30 ആയപ്പോൾ തന്നെ ആരംഭിച്ചു. പള്ളിയിലെ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ദേ ആ മഞ്ഞ ലൈറ്റ് കണ്ടില്ലേ, അതിനകത്തൊരു കിളിക്കൂടുണ്ട്. ചെറിയ ഒരു കുരുവിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അതിരാവിലെ 6:30 തുടങ്ങിയ പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ 8:15 ആയപ്പോഴേക്കും തീരാറായി. ഇപ്പോൾ ദേ ഇത് കുരിശുമുത്താനുള്ള സമയമാണ്. അങ്ങനെ കുരിശുമുത്തി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ കയ്പുനീര് കിട്ടി. എല്ലാവരും കയ്പുനീര് കുടിപ്പിക്കാൻ വേണ്ടി ചെക്കൻ്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ചേർന്നുള്ള കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ്. ജീപ്പിൽ മൈക്ക് സെറ്റൊക്കെ വെച്ച് പ്രാർത്ഥന ചെയ്യാനുള്ള ഗായക സംഘവും അൾത്താര ബാലന്മാരും സിസ്റ്റേഴ്സും ഒക്കെ റെഡിയായിട്ട് നിന്നു. സാധാരണ ദുഃഖവെള്ളിയാഴ്ചത്തെ മലകയറ്റം വലിയൊരു മലയുടെ മുകളിലേക്കുള്ള കുരിശു പള്ളിയിലേക്കാണ്. അതിപ്രാവശ്യം 40-ാം വെള്ളിയാഴ്ച നടത്തിയതുകൊണ്ട് ഇത് കുരിശുപാറ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്കാണ്. കുരിശിൻ്റെ വഴി രാവിലെ ആയിരുന്നെങ്കിലും ഉള്ള വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ആൾക്കാരൊക്കെ തണല് പറ്റി നിൽക്കുന്നത്. ദേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ അടിച്ചു. ഇതാണ് SNLP സ്കൂൾ. ഇവിടെയാണ് 1 തൊട്ട് 4 വരെ ഞാൻ പഠിച്ചത്. ആകാശം കണ്ടില്ലേ, നല്ല തൂത്തുവാരി വൃത്തിയാക്കിയിട്ടേക്കുന്ന പോലെ. ഇവിടെ എത്തിയപ്പോഴത്തേനും എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ കുരിശുപാറയിലെത്തി. ഇവിടെയാണ് കുരിശിൻ്റെ വഴിയുടെ സമാപന പ്രസംഗവും പിന്നെ നേർച്ചക്കഞ്ഞി വിതരണവും. ഈ പാറയുടെ മണ്ടയ്ക്ക് കയറിയപ്പോഴത്തേനും നല്ല ചെറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ നല്ല രസമല്ലേ. കിട്ടിയ സ്ഥലത്ത് എല്ലാവരും സ്ഥാനം ഉറപ്പിച്ചു. ആ പാത്രത്തിൽ കണ്ടില്ലേ പ്ലേറ്റുകൾ, അതിലാണ് നമുക്ക് കഞ്ഞി കിട്ടാനായിട്ട് പോകുന്നത്. ചിലരൊക്കെ നേരത്തെ തന്നെ പ്ലേറ്റ് എടുത്ത് കഞ്ഞിയുടെ അടുത്ത് പോയി സ്ഥാനം ഉറപ്പിച്ചായിരുന്നു കേട്ടോ. നല്ല ചൂട് കഞ്ഞിയും പയറും അച്ചാറും. എന്താ ഒരു ടേസ്റ്റ്.